സഹാബി പള്ളിയിൽ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അയാൾ നിസ്കരിക്കുന്നത് നീ കണ്ടോ? ആ കണ്ടു. ഹൽ തഅരിഫുഹു, ആ ആളെ നീ അറിയോ? നഅം, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു. നഅം യാ അമീറൽ മുഅ്മിനീൻ അരിഫുഹു, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹൽ സാഫർത മഅഹ്, അയാളോട് കൂടെ നീ യാത്ര പോയോ? ഖാല ലാ, ഇല്ല, യാത്ര പോയിട്ടൊന്നുമില്ല. ഹൽ ജാവർതഹു, അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ബാച്ചലർ റൂമിലൊക്കെ ആണെങ്കിൽ ഒരു റൂമിൽ താമസിച്ചിട്ടുണ്ടോ എന്നർത്ഥം. ഖാല ലാ, ഇല്ല, അങ്ങനെയില്ല. ഹൽ ഹകക്തഹു ബിദ്ദിർഹമി വദ്ദീനാർ, ദിർഹമും ദീനാറും കൊടുത്തിട്ട് അവനൊന്ന് ചൊറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് നീ ഇവനുമായിട്ട് നടത്തി നോക്കിയിട്ടുണ്ടോ? ഖാല ലാ ലഅല്ലക റഅയ്തഹു ഫിൽ മസ്ജിദി യുസല്ലി ഫഇന്നക ലാ തഅരി, ഇയോ നിസ്കരിക്കണത് കണ്ടിട്ടുള്ളൂ, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിസ്കാരത്തിന്റെ വിഷയം ചെറുതായി കാണിക്കല്ല, മുഅ്മിനീങ്ങളോടുള്ള ഹഖിടപാടുകൾ അതിലും വലുതാണെന്ന് പഠിപ്പിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. യാത്ര പോകുന്നത് ഭയങ്കര സംഭവമാണ്. കുറച്ചു നേരമൊക്കെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ ഒറിജിനൽ സ്വഭാവം ആയിരിക്കണം എന്നില്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതൊരു വേദിയാണ്, ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്. കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ് ഒരു മസാല പറഞ്ഞു, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഒരു പുതിയാപ്പിള കല്യാണം ആലോചിച്ച് വന്നപ്പോ പുതിയാപ്പിളക്ക് ചുണ്ടിനൊരു കോട്ടുണ്ട്. ഇവര് കുറച്ചു നേരം പിടിച്ചിക്കാൻ പറ്റും. അങ്ങനെ അന്വേഷണം വന്നപ്പോഴും പുതിയാപ്പിളിനെ കണ്ടപ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല, ആള് ക്ലിയറാണ്, പിടിച്ചു നിന്നു, അങ്ങനെ നിവർത്തി വെച്ചു. കല്യാണം കഴിഞ്ഞപ്പോഴാ ഇത് മനസ്സിലാവുന്നത്. അങ്ങനെ തൃശ്ശൂർ സ്ഥാനത്തേക്ക് മസാല ചോദിക്കാൻ വേണ്ടി വന്നതാ പെണ്ണിന്റെ കൂട്ടക്കാർ. ഇത് നമുക്ക് പറ്റൂലല്ലോ, ഈ കല്യാണം, ഇതിന് തൊലാക്ക് ചെല്ലാൻ പറ്റുമോ? പുതിയാപ്പിളാണെങ്കിൽ വിടണമില്ല, തൊലാക്ക് ചെല്ലൂല. ഞങ്ങൾക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ? ഉസ്താദ് ചോദിച്ചതാ, എന്താ ഈ കുഴപ്പമുള്ള, നിങ്ങൾ ആദ്യം കണ്ടില്ലേ? അയാൾക്ക് കുറച്ചേരൊക്കെ പിടിച്ചിക്കാൻ കഴിയുമായിരുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്നും പിടിച്ചിക്കാൻ പറ്റുമോ? ഉറങ്ങുമ്പോഴെങ്കിലും മിനിമം അത് ലൂസാവൂലേ? തലാക്ക് പറ്റൂല എന്ന് അതിന്റെ അർത്ഥം. അതിന് തലാക്കെല്ലാം പറ്റൂല എന്ന്, അതൊക്കെ അതിന്റെ മുമ്പ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നിക്കാഹ് കൊണ്ട് കളിക്കാൻ പാടില്ല, അതിന് തലാക്ക് ചെല്ലാൻ പറ്റൂല, ഫസ്ഖുമില്ല, ഫസ്ഖിന്റെ കാരണങ്ങളുമല്ല അത്. അപ്പൊ ഞാൻ പറയാം, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ തനിനിറം പുറത്തു വരില്ല. എപ്പോഴാ? ഒരു ഉംറക്ക് ബസ്സിൽ പോണം, ഫ്ലൈറ്റ് പോയാലൊന്നും അത് ശരിക്കണ പുറത്തു വരൂല. 2 ദിവസം ഉറക്കൊഴിക്കുമ്പോ, ഊരവേദനയൊക്കെ തുടങ്ങുമ്പോ, അല്ലെ, എവിടെയെങ്കിലും ഡെസേർട്ടിൽ കൊണ്ട് വല്ല പമ്പിലൊക്കെ ചെന്ന് നിർത്തുമ്പോ തനി സ്വഭാവം ഇങ്ങനെ വരും. നമ്മുടെ ദേഷ്യം, നമ്മുടെ എന്തൊക്കെ, ഞാനൊന്നും പറയണില്ല. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയണത്. ആ വരുന്നതാണ് ഒറിജിനൽ സ്വഭാവം. അതാണ് കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട് നന്നായി പെരുമാറുന്ന മനുഷ്യനാണ് സൽസ്വഭാവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതാണ്. കാരണം ഭാര്യന്റെ അടുത്ത് ഇപ്പൊ എന്താ പേടിക്കാൻ? കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ആരെ പേടിക്കാൻ? അവിടെ ആരുമില്ല. നിന്റെ വീട്, നിന്റെ കുട്ടികൾ, നിന്റെ മക്കൾ. ജനങ്ങളുടെ ഇടയിൽ കുറെ പിടിച്ചു നിൽക്കും നമ്മള്. അവരുടെ അടുത്ത് പിടിച്ചിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അടുത്ത് നല്ല സ്വഭാവമാണോ, നിന്നിൽ സൽസ്വഭാവമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന ഖൈറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാത്ര പോയാൽ തനി സ്വഭാവം പുറത്തു വരും. യാത്ര പോയിട്ടൊന്നുമില്ല, നമ്മൾ ആളെ കണ്ടു, പരിചയപ്പെട്ടു, മാഷാ അല്ലാഹ്, നമ്മൾ ക്ലാസ്സിന് കാണുന്നുണ്ട്, റാഹത്താണ്. പക്ഷെ ആയിട്ടില്ല, അയാളെ ജഡ്ജ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ആളെപ്പറ്റി മോശം വിചാരിക്കണം എന്നല്ല പറഞ്ഞത്. ഒരാളെ പറ്റി ഞാൻ അയാളെ പറ്റി എനിക്ക് അയാളെ അറിയാം എന്ന് പറയാനായിട്ടില്ല. പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്നർത്ഥം. സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? സ്വഭാവം, ദുഷിച്ച സ്വഭാവം അപ്പോഴാ പുറത്തു വരിക. എന്താണ് അതിന്റെ ആക്യുറസി? സമ്പത്ത് ചെലവാക്കുന്നതിലോ, പൈസയുടെ ബാക്കി റിട്ടേൺ ചെയ്യുന്നതിലോ, കണക്ക് കൃത്യാക്കുന്നതോ, ഇതൊക്കെ മനുഷ്യന്റെ സൽസ്വഭാവം അവിടൊക്കെ വെളിവാവുള്ളൂ. പള്ളിയിൽ നിസ്കരിച്ചിട്ട് നീ റഅയ്തഹു യുസല്ലി, നിസ്കരിക്കുന്നത് നീ കണ്ടിട്ടുള്ളൂ, ഇന്നക ലാ തഅരിഫുഹു, നിനക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പള്ളിയിലേക്ക് അല്ലാഹു തആല പറയുന്നു തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഉമ്മത്തികളോട് പറഞ്ഞു കൊടുക്കണം, എന്റെ പള്ളിയിലേക്ക് വരുമ്പോ നാവ് സത്യം പറയുന്ന നാവുമായിട്ട്, ശുദ്ധിയുള്ള ഹൃദയവുമായി, വഅയ്ദിൻ നഖിയ്യ, മോഷണം ചെയ്യാത്ത കയ്യുമായി, വഫുറൂജിൻ ത്വാഹിറ, വ്യഭിചരിക്കാത്ത ഗുഹ്യസ്ഥാനങ്ങളുമായിട്ട് എന്റെ പള്ളിയിലേക്ക് വരാവൂ. വരുമ്പോൾ ഒരാളോടും ദുൽമ ചെയ്യില്ല, ഒരാളോടും അക്രമം ചെയ്യില്ല.
നിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സഹോദരന്റെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകരുത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ ഇതൊക്കെ ഭയങ്കരമായ വിഷയങ്ങളാണ്. ളുൽമ ചെയ്യരുത്. മഈശത്ത്, ഒരു മനുഷ്യന്റെ മആശ് നഷ്ടപ്പെടാൻ നമ്മുടെ ഒരു പ്രവർത്തനം കാരണമാകരുത്. ളുൽമ ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. മറ്റു പല വിഷയങ്ങൾ അതിന്റെ കൂട്ടത്തിലേക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്താൽ ഇന്നി അൽഅനഹു മാദാമ ഖായിമൻ ബൈന യദയ്യ, എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമത്രയും ഞാൻ അവനെ ശപിക്കുമെന്ന് പറയണം നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പറയാണ്, ഈ മനുഷ്യനെ ഞാൻ ശപിക്കും. ഹത്താ യറുദ്ദ തിൽകൽ ദുലാമത ഇലാ അഹ്ലിഹാ, ആ ആക്രമിച്ചു കൊണ്ടുവന്ന സാധനം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് എന്റെ ശാപം അയാളിൽ ഉണ്ടാകും. സ്ത്രീധനൊക്കെ ചോദിച്ചു വാങ്ങിയിട്ട് പച്ച പാവമായ പെണ്ണിന്റെ വാപ്പയോട് എനിക്കിത് വേണമെന്ന് പറയാ, അത് വാങ്ങിപ്പിച്ചു കൊടുക്കാൻ ചില അമ്മാവന്മാരും. ഇത് ളുൽമ.